ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ, അതായത് 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ സഹിതം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഇപ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോംപ്രിഹെൻഷൻ 5 മാർക്കിനാണ് 3 എണ്ണം ഉണ്ടാവും. അത് തന്നെ നിങ്ങൾക്ക് 3 × 5 50 മാർക്ക് കിട്ടും. നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിക്കുക. പാസേജ് തന്നെ ഉത്തരം ഉണ്ടാവും. അതുകൊണ്ട് വളരെ ഈസിയാണ്. അപ്പോൾ ആ 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. Question number 1 to 5. Read the passage from the light on the hills and answer the questions that follow. Once more they looked at the hills that seemed to rise up out of deep shadow into the light, and then together they went home. Soon afterwards a big tragedy struck their family. One night when the family was sleeping, the little sister died in her sleep. അപ്പോൾ ആ ലിറ്റിൽ സിസ്റ്റർ മരിച്ചു. അതിന് മുന്നേ അവരെവിടെയായിരുന്നു, ഹില്ലിൽ പോയിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി സിസ്റ്റർ മരിക്കുകയാണ്. ദ മദർ എക്സ്പ്ലെയിൻഡ് ടു ദ ബ്രദേഴ്സ് ആൻഡ് യുവർ ലിറ്റിൽ സിസ്റ്റർ വാൻഡേർഡ് ഇൻ ടു അനദർ വേൾഡ് ആൻഡ് ജേർണിഡ് ഓൺ സോ ഫാർ ദാറ്റ് ഷീ ലോസ്റ്റ് ദ ക്ലൂ ടു ദ എർത്ത് ആൻഡ് കുഡ് നോട്ട് ബി ബാക്ക് എനിമോർ. അപ്പോൾ അമ്മ ആ ബ്രദറോട് പറഞ്ഞു, നിൻ്റെ ലിറ്റിൽ സിസ്റ്റർ വേറൊരു ലോകത്തേക്ക് പോവുകയാണ്, ഇനി ഒരിക്കലും തിരിച്ച് വരില്ല എന്ന് പറയാണ്. ദ ബോയ് ഹു വാസ് ഗ്രീവിങ് ഫോർ ഹിസ് ലിറ്റിൽ സിസ്റ്റർ പെയിൻറ്റഡ് മെനി പിക്ചേഴ്സ് ബിഫോർ ഹീ കുഡ് ഗാദർ ദ കറേജ് ടു സീ ദ സെയിം ഫീൽഡ് ദാറ്റ് ഹീ സോ വിത്ത് ഹിസ് സിസ്റ്റർ വൺസ് അഗെയിൻ. അപ്പോൾ അവർ ഒന്നിച്ച് കണ്ട ആ ഫീൽഡ് ഒന്ന് വരച്ചു നോക്കാൻ ബ്രദർ ഒരുപാട് പെയിൻറ്റിങ്സ് ചെയ്തു. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ബട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ് ഹാസ് ഹി സാറ്റ് ആൻഡ് വർക്ക്ഡ് എ സ്ട്രേഞ്ച് പവർ കെയിം ടു ഹിം. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അവനക്കൊരു സ്ട്രേഞ്ച് പവർ അവനിലേക്ക് വന്നു. അപ്പോൾ ഇത്രയാണ് പാസേജ്. ആ സ്റ്റോറിയൊക്കെ നമുക്കറിയാം. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് നോക്കാം. വാട്ട് വാസ് ദ ബിഗ് ട്രാജഡി ദാറ്റ് സ്ട്രക്ക് ദ ഫാമിലി? ഫാമിലിക്ക് വന്ന ആ ബിഗ് ട്രാജഡി എന്താണ്? അതിവിടെ തന്നെ ഉണ്ടല്ലേ. One night when family was sleeping, the little sister died in her sleep. The little sister died in her sleep. അതാണ് അവരുടെ ട്രാജഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മദർ കൺസോൾ ദ ബോയ്? എങ്ങനെയാണ് അമ്മ ആശ്വസിപ്പിച്ചത്? ഇതാണ് പറഞ്ഞത്. സൺ യുവർ ലിറ്റിൽ സിസ്റ്റർ വാൻഡേർഡ് ഇൻ ടു അനദർ വേൾഡ് ആൻഡ് ജേർണിഡ് ഓൺ സോ ഫാർ ദാറ്റ് ഷീ ലോസ്റ്റ് ദ ക്ലൂ ടു ദ എർത്ത് ആൻഡ് കുഡ് നോട്ട് ബി ബാക്ക് എനിമോർ. The mother consoled the boy by saying his sister wandered to another god without telling him straightly she had died. അപ്പം മരിച്ചു എന്ന് അങ്ങനെ ഒറ്റ വാക്കിൽ പറയാതെ നിൻ്റെ സിസ്റ്റർ വേറൊരു ലോകത്തേക്ക് പോവുകയാണ്, ഇനി ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് വരില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്, ടുഗദർ ദേ വെൻറ്റ് ടു ഹോം. ഹു ആർ ദേ റെഫേർഡ് ടു ഹിയർ? അവർ ഒരുമിച്ച് വീട്ടിലേക്ക് പോയി. ഇവിടെ ദേ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ദ ബോയ് ആൻഡ് ഹി സിസ്റ്റർ. ആ കുട്ടിയും അവൻ്റെ സിസ്റ്ററുമാണ്. 4ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് സെൻറ്റൻസ് ഗീവ്സ് ദ ക്ലൂ ദാറ്റ് ദ ബോയ് വാസ് സാഡ് ആറ്റ് ദ ഡെത്ത് ഓഫ് ലിറ്റിൽ ഗേൾ? അപ്പോൾ ആ സിസ്റ്റർ മരിച്ചു, അതിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്ന് പറയുന്ന സെൻറ്റൻസ് ഏതെയാണെന്ന്. അപ്പോൾ ഇവിടെയാണ് ആ സെൻറ്റൻസ്, ദ ബോയ് ഹു വാസ് ഗ്രീവിങ് ഫോർ ഹിസ് ലിറ്റിൽ സിസ്റ്റർ അല്ലേ. ദ ബോയ് ഹു വാസ് ഗ്രീവിങ് ഫോർ ഹിസ് സിസ്റ്റർ പെയിൻറ്റഡ് മെനി പിക്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് 2 adjectives ഫ്രം ദ ഫ്രേസസ് ഗിവൺ ബിലോ. ദ ലിറ്റിൽ സിസ്റ്റർ എ ബിഗ് ട്രാജഡി. ഇതിൽ നിന്ന് അഡ്ജക്റ്റീവ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലിറ്റിൽ സിസ്റ്റർ, ഇവിടെ സിസ്റ്ററിനെ ഒന്ന് വിശേഷിപ്പിച്ചതാണ് ലിറ്റിൽ, ചെറിയ സിസ്റ്റർ, ലിറ്റിൽ സിസ്റ്റർ. ഓക്കെ, ഇപ്പോൾ ട്രാജഡിനെ ഒന്ന് വലുതാക്കി കാണിക്കണം, എ ബിഗ് ട്രാജഡി. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ലിറ്റിലും ബിഗുമാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്സ്. ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്കാണ്. ഇനി വേറൊരു കോംപ്രിഹെൻഷൻ ഉണ്ട്, അതൊരു പോയം ആയിരിക്കും തരിക. ഓക്കെ, 6 to 10 ആണുള്ളത്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ദ സോവർ ആൻഡ് ദ ആൻസർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ നമ്മുടെ പോയം നിങ്ങൾക്കറിയാമല്ലോ, ദ സോവർ. അതിൽ നിന്നുള്ള 8 ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. സിറ്റിംഗ് ഇൻ എ പോർച്ച് വേ കോൾ ഫെയ്ഡ്സ് ദ റെഡി സൺലൈറ്റ് ഫാസ്റ്റ്. Twilight hastens on to rule, working hours are well nigh past. Shadows shoot across the lands, but once over lingers still. Hold in rags he patient stands, looking on I feel a thrill. Okay, who is the speaker in the poem? Where is he sitting? എവിടെയാണ് ഈ പോയം? ഒരാൾ പറയാണല്ലോ, എവിടെയാണ്, ആരാണ് അയാൾ, എവിടെയാണ് അയാൾ ഇരിക്കുന്നത്? വേർ ഈസ് ഹി സിറ്റിംഗ്?
അപ്പോൾ അതിന് ആൻസർ കൊടുത്തിട്ടുണ്ട് സിറ്റിംഗ് ഇൻ എ പോർച്ച് വേ. അപ്പോൾ പോയറ്റ് ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം. ഇവിടെ പോയറ്റാണ് ഇതിലെ സ്പീക്കർ. ഹി വാസ് സിറ്റിംഗ് ഇൻ എ പോർച്ച് വേ കൂൾ. നെക്സ്റ്റ്, വാട്ട് മേക്സ് ദ സോവർ ലിങ്കർ ഓൺ ദ ഫീൽഡ്. എന്താണ്? ദ റെഡി സൺലൈറ്റ് ആൻഡ് ടു ലൈറ്റ് മേക്ക് ദ പോയറ്റ് ലിങ്കർ ഓൺ ദ ഫീൽഡ്. നെക്സ്റ്റ്, എട്ടാമത്തെ ചോദ്യം, ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. വൈ വാസ് ദ പോയറ്റ് ത്രിൽഡ്? എന്തുകൊണ്ടാണ് ത്രിൽഡ് ആയത്? ദ പോയറ്റ് വാസ് ത്രിൽഡ് ലുക്കിംഗ് അറ്റ് ദ ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ്. ഓക്കെ, ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ് ബട്ട് വൺ സോവർ ലിങ്കർ സ്റ്റിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് എ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ എ ഫ്രേസ് ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ്. അതിലെ പോയറ്റിക് ഡിവൈസ് കണ്ടുപിടിക്കാനാണ്. എന്താണ്? അലിട്രേഷനാണ്. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് പോയറ്റിക് ഡിവൈസാണ് നമ്മൾ പഠിച്ചത്? സിമിലിയാണ്. ഇതിവിടെ എന്താണ്? അലിട്രേഷനാണ്. അപ്പോൾ അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെയിം ആൽഫബറ്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇവിടെ ഷാഡോസ് ഷൂട്ട് അക്രോസ് ലാൻഡ്സ് ഇതിലൊക്കെ എന്തുണ്ട്? എല്ലാ വേർഡ്സിലും എസ് ഉണ്ട്. അപ്പോൾ എസ് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. നേരത്തെ നമ്മൾ സിമിലി ആയിരുന്നു കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ചത്. സിമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനോട് അതിനെ സാദൃശ്യപ്പെടുത്തുക, അതുപോലെ എന്നുള്ള. ലൈക്ക് മീൻസ് ലൈക്ക് വെച്ചിട്ട് ഉപയോഗിച്ച് പറയുന്നത്, അത് അതുപോലെയാണ്. അങ്ങനെ ഒരു സാധനത്തെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പത്താമത്തെ ചോദ്യം, പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ഗിവൺ സ്റ്റാൻസ. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എല്ലാവർക്കും അറിയാലോ. ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. ഇവിടെ കൂൾ എല്ലിലാണ് അവസാനിക്കുന്ന, റൂള് അതും എല്ലിലാണ്. അപ്പോൾ കൂളും റൂളും ഒരു റൈമിംഗ് വേർഡ്സ് ആണ്. നെക്സ്റ്റ്, ഫാസ്റ്റ് ടീയിലാണ് അവസാനിക്കുന്നത്, പാസ്റ്റും ടീയിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഫാസ്റ്റും പാസ്റ്റും എന്താണ്? ഒരു റൈമിംഗ് വേർഡാണ്. ഇനി ലാൻഡ്സ്, സ്റ്റാൻസ്, സ്റ്റില്ല്, ത്രില്ല്, ഒരുപാട് റൈമിംഗ് വേർഡ്സ് നമുക്കിതിൽ കാണാം. അപ്പോൾ 6 to 10 വരെയുള്ള 5 ക്വസ്റ്റ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് ആൻസർ നൽകിയാൽ നിങ്ങൾക്ക് 10 മാർക്കാണ്. ഇനി ഒരു അനദർ കോംപ്രിഹെൻഷൻ കൂടിയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 കോംപ്രിഹെൻഷനാണ് ഉണ്ടാവുക. 2 നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, 1 നമ്മുടെ പുറത്തുനിന്നുള്ളതായിരിക്കും. വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് അടുത്തൊന്ന് വായിച്ചു നോക്കാം. ആനി ഫ്രാങ്ക് ഈസ് ബെസ്റ്റ് ഷോൺ ഫോർ ഹാവിങ് റിട്ടൺ ദ ഡയറി ഓഫ് യങ് ഗേൾ. അപ്പോൾ ആനി ഫ്രാങ്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇൻ വിച്ച് ഷീ റൈറ്റ്സ് അബൌട്ട് ദ 2 years ദാറ്റ് ഷീ ആൻഡ് ഹെർ ഫാമിലി സ്പെൻറ്റ് ഇൻ ഹൈഡിങ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ അവർ ഒളിച്ചു താമസിച്ചിരുന്നു, ഫാമിലിയും ആനി ഫ്രാങ്കും. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ദ ഡയറി ഓഫ് യങ് ഗേൾ എന്ന പുസ്തകത്തിലുള്ളത്. ഷീ വാസ് ബോൺ ഇൻ 1929 ഇൻ ജർമ്മനി ഇൻ എ ജൂയിഷ് ഫാമിലി ആൻഡ് ഡൈഡ് ഇൻ മാർച്ച് 1945 അറ്റ് ദ യങ് ഏജ് ഓഫ് 15. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആനി ഫ്രാങ്ക് മരിച്ചിട്ടുണ്ട്, 15-ാം വയസ്സിൽ. ഓക്കെ, ആനി വാസ് നോൺ ആസ് ബീയിങ് എ ഫ്രണ്ട്ലി ഗേൾ ബ്രിമ്മിങ് വിത്ത് ലൈഫ് വൈൽ ഹർ സിസ്റ്റർ മർഗോട്ട് വാസ് ദ ഇൻട്രോവേർട്ട് ഇൻ ദ ഫാമിലി. In 1933, Adolf Hitler, the leader of the political party, the Nazi, took over Germany. The Frank family had to flee to Netherlands to avoid being sent to concentration camps where Jews were tortured in many horrific ways. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറിൽ ജർമ്മനി അതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. പൊളിറ്റിക്കൽ പാർട്ടി, അഡോൾഫ് ഹിറ്റ്ലറുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് നാസി. പിന്നെ ടുക്ക് ഓവർ ദ ജർമ്മനി അവർ ഏറ്റെടുത്തു. ദ ഫ്രാങ്ക് ഫാമിലി എങ്ങോട്ട് പോയി? നെതർലാൻഡിലേക്ക് പോയി. എന്തിനാണ് പോയത്? ടു അവോയ്ഡ് ബീയിങ് സെൻറ്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. ഈ പിടിച്ചെടുത്ത അവിടുത്തെ ആൾക്കാരെയൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലേക്കാണ് അയക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ നെതർലാൻഡിലേക്ക് പോയി. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ജൂതന്മാർ വളരെ അപകടകരമായ രീതിയിൽ ടോർച്ചർ ചെയ്തിരുന്നു. ദ ഫാമിലി ലിവ്ഡ് ഇൻ ദ നെതർലാൻഡ് അണ്ടിൽ വേൾഡ് വാർ സെക്കൻഡ് സ്റ്റാർട്ടഡ്. അപ്പോൾ 2ാം ലോക മഹായുദ്ധം തുടങ്ങുന്നവരെ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹിറ്റ്ലർ ഇൻവൈഡഡ് ദ നെതർലാൻഡ് ഓൺ 10th May 1940. പിന്നെ ഹിറ്റ്ലർ അവിടെയും കീഴടക്കി. ദ ഫ്രാങ്ക്സ് അൺഫോർച്ചുനേറ്റ്ലി ഡിഡ് നോട്ട് ഹാവ് ടൈം ടു റൺ അവേ ആൻഡ് വർ ഫോഴ്സ്ഡ് ടു റിമെയിൻ ഇൻ ഹൈഡിങ് ഇൻ എ പ്ലേസ് വിച്ച് ഈസ് നൗ കോൾഡ് ദ സീക്രട്ട് ആനക്സ്. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ വഴിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവരൊരു ഒളിച്ച് താമസിച്ചു. ആ ഒരു സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് സീക്രട്ട് ആനക്സ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ആനി ഫ്രാങ്ക് റൈറ്റ് ഇൻ ഹെർ ഡയറി? എന്താണ് ആനി ഫ്രാങ്ക് ഡയറിയിൽ എഴുതിയതെന്ന്?
അപ്പോൾ ഇവിടെ ഉണ്ട് ഇൻ വിച്ച് ഷീ റൈറ്റ്സ് അബൌട്ട് 2 years ദാറ്റ് ഷീ ആൻഡ് ഹെർ ഫാമിലി സ്പെൻഡ് ഇൻ ഹൈഡിങ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. അപ്പോൾ അതാണ് ആൻസർ. ആനി ഫ്രാങ്ക് റൈറ്റ് ഇൻ ഹെർ ഡയറി അബൌട്ട് ദ 2 years ഷീ ആൻഡ് ഹെർ ഫാമിലി ഹാഡ് സ്പെൻഡ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. 12ാമത്തെ ചോദ്യം വേർ വാസ് ആനി ബോൺ. ആനി എവിടെയാണ് ജനിച്ചത്? ആനി വാസ് ഇവിടെ ഷി വാസ് ബോൺ ഇൻ 1929 ഇൻ ജർമ്മനി. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ആനി വാസ് ബോൺ ഇൻ ജർമ്മനി. നെക്സ്റ്റ് 13ാമത്തെ ചോദ്യം ഹൗ ഡിഡ് ആനി ആൻഡ് മാംഗോ ഡിഫർ ഇൻ ക്യാരക്ടർ. അപ്പോൾ ആനിയും ആൻറ്റിയുടെ സിസ്റ്ററും ക്യാരക്ടറിൽ വളരെയധികം വ്യത്യാസപ്പെട്ടിരുന്നു. എന്താണ്? ആനി വാസ് നോൺ ബീയിങ് ആസ് എ ഫ്രണ്ട്ലി ഗേൾ. ഇവിടുത്തെ സെൻറ്റൻസ് ഉണ്ട്. വൈൽ ഹെർ സിസ്റ്റർ മാർഗറ്റ് വാസ് എ ഇൻട്രോവേർട്ട് ഓഫ് ദ ഫാമിലി. ആനി ഫ്രാങ്ക് വാസ് പ്ലസൻറ്റ് ആൻഡ് ഫ്രണ്ട്ലി. ഹെർ സിസ്റ്റർ മാർഗറ്റ് വാസ് ആൻ ഇൻട്രോവേർട്ട്. അങ്ങനെ എഴുതാം. ഇനി 14ാമത്തെ ചോദ്യം ദ ഫ്രാങ്ക് ഫാമിലി ലെറ്റ് ടു നെതർലാൻഡ് ബിക്കോസ്. അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട് ടു അവോയ്ഡ് ബീയിങ് സെൻറ്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. അപ്പോൾ നമുക്ക് എഴുതാം ദ ഫ്രാങ്ക് ഫാമിലി ഫ്ലഡ് ടു ദ നെതർലാൻഡ്സ് ടു അവോയ്ഡ് ബീയിങ് സെൻറ്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്. നെക്സ്റ്റ് വേർ ഡിഡ് ദ ഫ്രാങ്ക്സ് റിമെയിൻ ഇൻ ഹൈഡിങ്. എവിടെയാണ് അവർ ഹൈഡ് ചെയ്തതെന്ന്? ഇൻ എ പ്ലേസ് വിച്ച് ഈസ് നൗ കോൾഡ് ദ സീക്രട്ട് അനക്സ്. ഫ്രാങ്ക്സ് റിമൈൻഡ് ഇൻ ഹൈഡിങ് ഇൻ നെതർലാൻഡ് അൻറ്റിൽ വേൾഡ് വാർ സെക്കൻഡ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രൊഫൈല്. ഓക്കെ, 3 കോംപ്രിഹെൻഷനും പിന്നെ ഒരു പ്രൊഫൈലുമാണ്. അപ്പം നിങ്ങൾക്ക് 15 മാർക്ക് 20 മാർക്ക് ഷുവറാണ്. പ്രൊഫൈല് വളരെ ഈസിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ആരുടേതാണോ പ്രൊഫൈൽ എഴുതേണ്ടത് ആളുടെ പേര് നമ്മൾ ഈ വെണ്ടക്ക അക്ഷരത്തിൽ ഇങ്ങനെ എഴുതുക. ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. പിന്നെ നെയിം ഇവിടെ തന്നിട്ടുണ്ട്. ബർത്ത് 27th February 1807 പോർട്ട്ലാൻഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹെൻറി വേർത്ത് ലോങ്ഫെല്ലോ വാസ് ബോൺ. ഇവിടെ വാസ് ബോൺ എന്ന് നമ്മൾ ചേർക്കുക ഓൺ 27th February 1807 ഇൻ പോർട്ട്ലാൻഡ് US. അത്ര എഴുതാം. ഇനി അടുത്ത നാഷണാലിറ്റി അമേരിക്ക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ US എന്ന് എഴുതിയല്ലോ. പ്രൊഫഷൻ പോയറ്റ് എഡ്യൂക്കേറ്ററാണ്. മേജർ വർക്ക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഡെത്തും തന്നിട്ടുണ്ട്. ഓക്കെ, ഹി വാസ് എൻ അമേരിക്കൻ പോയറ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. അങ്ങനെ എഴുതാം. ഹിസ് മേജർ വർക്ക്സ്. അപ്പോൾ മേജർ വർക്ക്സ് എന്ന് പറയുമ്പോൾ ഹിസ് മേജർ വർക്ക്സ് ആർന്നു നിങ്ങൾ കൊടുത്താൽ മതി. ഹിസ് മേജർ വർക്ക്സ് ആർ ഇൻക്ലൂഡ് പോൾ റിവേഴ്സ് റൈഡ്, ദ സോങ് ഓഫ് ഹൈവാത്ത ആൻഡ് ഇവാഞ്ചലിൻ. ഹി ട്രാൻസ്ലേറ്റഡ് ഡാൻറ്റസ് ഡിവൈൻ കോമഡി. പിന്നെ മരിച്ച വർഷം എഴുതുക. ഹി ഡൈഡ് ഇൻ 1882. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈല് എന്തായാലും 2-3 എഴുതി നോക്കുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രൊഫൈല് നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് 20 മാർക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കിട്ടുകയാണ്. 20 മാർക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കൊന്നും വേണ്ട, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 17 to 19 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 2 ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും 5 മാർക്ക് ഇതാണ്. അപ്പോൾ ഏറ്റവും അറിയാവുന്ന 2 നിങ്ങൾ എഴുതുക. അപ്പോൾ ഫസ്റ്റ് വൺ സെർട്ടൻ ക്യാരക്ടേഴ്സ് ട്രൈറ്റ്സ് ഓഫ് ദ ബോയ് ഇൻ ദ സ്റ്റോറി. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് ആർ ഗിവൺ ബിലോ. Deep love for sister, not confident in the beginning, strong feeling about his sister. Prepare character sketch of the boy using the hints given above. അപ്പോൾ ലൈറ്റ് ഓൺ ദ ഹിൽസിലെ ആ ബോയുടെ ക്യാരക്ടേഴ്സ് കുറച്ച് തന്നിട്ടുണ്ട് ഇവിടെ. ഡീപ്പ് ലവ് ഫോർ സിസ്റ്ററോടുള്ള അഗാധമായ സ്നേഹം, പിന്നെ അധികം കോൺഫിഡൻ്റ് ഒന്നും ആദ്യം ഇല്ലായിരുന്നു, പിന്നെ സ്ട്രോങ് ഫീലിങ്സ് അബൌട്ട് ഈ സിസ്റ്റർ. കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോസ പാർക്സ് ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഓരോന്നിലും ഓരോ ക്യാരക്ടർ സ്കെച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ റോസ പാർക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ബോയിൻ്റെ നോക്കാം. ദ ബോയ് വാസ് a sensitive and talented young artist who shared a deep bond with his little sister. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിരുന്നല്ലേ ബോയ്, അതേപോലെ തന്നെ ടാലൻറ്റഡ് ആയിരുന്നു, നല്ല കഴിവുള്ള കുട്ടിയാണ്, യങ് ആർട്ടിസ്റ്റാണ്.
ഒരുപാട് സ്നേഹമുണ്ട്. ലിറ്റിൽ സിസ്റ്ററോട് ഡീപ്പ് ബോണ്ടായിരുന്നു, വളരെ അടുത്തൊരു ബോണ്ടായിരുന്നു. ഷീ എൻകറേജ്ഡ് ഹിം ടു പെർസ്യൂ ഹിസ് പാഷൻ ഫോർ പെയിൻറ്റിങ് വിത്ത് ഹെർ ഗൈഡൻസ്. ഹി ഡെവലപ്ഡ് ഹിസ് സ്കിൽസ് ആൻഡ് ഗെയിൻഡ് കോൺഫിഡൻസ്. അപ്പോൾ ഈ ലിറ്റിൽ സിസ്റ്റർ അവനെ എപ്പോഴും എൻകറേജ് ചെയ്യായിരുന്നു, എപ്പോഴും ധൈര്യം കൊടുക്കുമായിരുന്നു. ടു പെർസ്യൂ ഹിസ് പാഷൻ ഫോർ പെയിൻറ്റിങ്. അപ്പോൾ അവനക്ക് എന്തിനാണ് പാഷൻ ഫോർ പെയിൻറ്റിങ്ങിനാണ്, പെയിൻറ്റിങ്ങിനോടാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിറ്റിൽ സിസ്റ്റർ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. ഷീ എൻകറേജ്ഡ് ഹിം ടു പെർസ്യൂ ഹിസ് പാഷൻ ഫോർ പെയിൻറ്റിങ്. അപ്പോൾ ആ പാഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ലിറ്റിൽ സിസ്റ്റർ എപ്പോഴും എൻകറേജ് ചെയ്തിരുന്നു. ആൻഡ് വിത്ത് ഹെർ ഗൈഡൻസ് ഹി ഡെവലപ്ഡ് ഹിസ് സ്കിൽസ് ആൻഡ് ഗെയിൻഡ് കോൺഫിഡൻസ്. അപ്പോൾ അവളുടെ ആ ഗൈഡൻസിലാണ് അവനക്ക് ആ സ്കില്ല് ഡെവലപ്പായതും അവനക്കൊരു കോൺഫിഡൻസ് വന്നതും. After his sister's passing, the boy struggled to find inspiration to paint again. അപ്പോൾ സിസ്റ്റേഴ്സ് പാസിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ മരണപ്പെട്ടതോടുകൂടി ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. However, her memory and voice continued to inspire him, teaching him about the true meaning of happiness. With newfound determination, the boy created a masterpiece that earned him recognition as an illustrious artist. His story reminds us that true happiness can be found in seeking happiness for others. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയ് ഇൻ ദ സ്റ്റോറി ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വാസ് എക്സ്ട്രീംലി ഹാപ്പി ആഫ്റ്റർ ഡിസ്കവറിങ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ഹി ജോട്ട്സ് ഡൗൺ ഹിസ് ഫീലിങ്സ് ഇൻ ദ ഡയറി, ഡ്രാഫ്റ്റ് ദ ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ അടുത്തതൊരു ഡയറി എഴുതാനാണ്. ആരുടെ ഡയറിയാണ്? നമ്മൾ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസിലെ ബോയ് ലിറ്റിൽ റൗണ്ട് റെഡ്സ് ഒരുപാട് തപ്പിയതിന് ശേഷം അവനക്ക് കിട്ടി. അപ്പോൾ അവന് ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി, അവനക്ക് അതീവ സന്തോഷം ഉണ്ടായി. അപ്പോൾ അന്നത്തെ രാത്രി അവൻ എന്തൊക്കെയായിരിക്കും അവൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റും പിന്നെ ദിവസത്തിൻ്റെ പേരും, പറ്റുമെങ്കിൽ നമ്മൾ 9 PM അല്ലെങ്കിൽ 10 PM. ഡയറി എഴുതുന്നത് എപ്പോഴും രാത്രിയാണല്ലോ, അപ്പോൾ 9 PM 10 PM എന്നൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ദിവസത്തിൻ്റെ നമ്മുടെ മൂഡ് എന്താണോ, നമുക്കിപ്പോൾ ഇവിടെ കുട്ടിക്ക് ഭയങ്കര ഹാപ്പിയസ്റ്റ് മൂഡാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈന് നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുക. ഇനി ഒന്നും അറിയില്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. അത് നമുക്ക് ഹാപ്പി മൊമെൻറ്റ്സ് ആയാലും സാഡ് മൊമെൻറ്റ്സ് ആയാലും ആ ഒരു ലൈനിൽ നമുക്ക് എഴുതാം. അൺഫോർഗറ്റ് ഒരിക്കലും മറക്കാനാവാത്തതിന്, സന്തോഷം വന്നാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ദുഃഖം വന്നാലും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ലൈൻ എഴുതാം. അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ടുഡേ ഈസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ഓക്കെ, ഐ ഫൈനലി ഫൗണ്ട് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ദാറ്റ് ഐ ഹാഡ് ബീൻ സെർച്ചിങ് ഫോർ. അപ്പോൾ ഞാനത് കണ്ടുപിടിച്ചു. ഐ ഫൈനലി ഫൗണ്ട് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ദാറ്റ് ഐ ഹാഡ് ബീൻ സെർച്ചിങ് ഫോർ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് തിരഞ്ഞുകൊണ്ടിരുന്ന ആ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ഞാൻ കണ്ടുപിടിച്ചു. ഇറ്റ്സ് ഈവൻ മോർ ബ്യൂട്ടിഫുൾ ദാൻ ഐ ഇമാജിൻഡ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ബ്യൂട്ടിഫുള്ളാണ്. ദ റൗണ്ട് ഷേപ്പ്, ദ ബ്രൈറ്റ് റെഡ് കളർ, ടൈനി ചിമ്നി, എവറിത്തിങ് ഈസ് ജസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ അതിനെന്തെല്ലാം ഉണ്ട്? റൗണ്ട് ഷേപ്പാണ്, അതേപോലെ തന്നെ നല്ല റെഡ് കളറാണ്. ദ ടൈനി ചിമ്നി, അതിനൊരു ചിമ്മിനി ഉണ്ട്, ചെറിയ ടൈനി ചിമ്നി ഉണ്ട്. എവറിത്തിങ് ഈസ് ജസ്റ്റ് പെർഫെക്റ്റ്, എല്ലാം പെർഫെക്റ്റ് ആണ്. ഐ ഫീൽ ലൈക്ക് ഐ ആം വാക്കിംഗ് ഓൺ എയർ. ഞാൻ ആകാശത്ത് കൂടെ നടക്കാമെന്നാണ് തോന്നുന്നത്. സന്തോഷം കൊണ്ടുള്ള പറയണം. ഐ ഫീൽ ലൈക്ക് ഐ ആം വാക്കിംഗ് ഓൺ എയർ. ഐ കുഡിൻറ്റ് സ്റ്റോപ്പ് സ്മൈലിംഗ് ഓൾ ദ വേ ബാക്ക് ഹോം. വീട്ടിലേക്കുള്ള വഴിയിൽ എനിക്ക് എൻ്റെ ചിരി അടക്കാൻ പറ്റില്ല, അത്ര ഹാപ്പിനെസ് ആയിരുന്നു. എക്സ്ട്രീംലി ഹാപ്പി എന്നാണ് പറയുന്നത്. ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ഡിസ്കവേർഡ് എ ട്രഷർ. എനിക്ക് എങ്ങനെയാണ് തോന്നിയത്? ഞാനൊരു നിധി കണ്ടുപിടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ഡിസ്കവേർഡ് എ ട്രഷർ. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ഫൗണ്ട് ദിസ് ലിറ്റിൽ ജെം. ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടിയതിൽ. ഐ ആം ഗോയിങ് ടു വിസിറ്റ് ദ ലിറ്റിൽ ഹൗസ് അഗെയിൻ ടുമാറോ. നാളെ ഞാനത് കാണാൻ വേണ്ടി പോകും. ഐ വാണ്ട് ടു സ്പെൻഡ് മോർ ടൈം അഡ്മയറിങ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് ഫീലിംഗ് ദ ഹാപ്പിനെസ് ഇറ്റ് ബ്രിങ്. എനിക്ക് കുറച്ചുകൂടി സമയം അവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ആ കുട്ടിയുടെ ഡയറിയിൽ എഴുതുക. അപ്പോൾ നമുക്കൊന്നുകൂടി വായിച്ച് നോക്കിയാൽ ആദ്യം നമ്മൾ ഡേറ്റും ദിവസത്തിൻ്റെ പേരും നമ്മൾ പിന്നെ ടൈമും എഴുതണം. ടുഡേ ഈസ് ദ ഹാപ്പിയസ്റ്റ് day of my life. I found it. I finally found the little round red house that I had been searching for. It's even more beautiful than I imagined. The round shape, the bright red color, the tiny chimney, everything is just perfect.
I feel like I am walking on air. I couldn't stop smiling all the way back home. I feel like I have discovered a treasure. I am so grateful to have found this little gem. I am going to visit the little house again tomorrow. I want to spend more time admiring its beauty and feeling the happiness it brings me. ഇനി നെക്സ്റ്റ് നമുക്കൊരു കോൺവെർസേഷനാണ്. നമ്മൾ ഒരു ക്യാരക്ടർ സ്കെച്ച്, നെക്സ്റ്റ് നമ്മളൊരു ഡയറി എഴുതി. ഇനി നമുക്കൊരു കോൺവെർസേഷനാണ് നോക്കാം. ദ ഫേം ഡിസിഷൻ ഓഫ് റോസ പാർക്സ് ടു സിറ്റ് ഇൻ ദ സീറ്റ് ഓൺ ദ ബസ് മെയ്ഡ് ദ ഡ്രൈവർ ആംഗ്രി. അപ്പോൾ റോസ പാർക്സ് എന്ത് പറഞ്ഞു? ഞാൻ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കില്ല, വെള്ളക്കാർ നിന്നാലും വേണ്ടില്ല, ഞാൻ എഴുന്നേൽക്കില്ല. ദറ്റ് ഈസ് എ ഫേം ഡിസിഷൻ. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. റോസ പാർക്കിൻ്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു. അത് കാരണം ദ ബസ് ഡ്രൈവർ ഹാംഗ്രി, ആ ബസ് ഡ്രൈവറിന് അത് കാരണം ദേഷ്യം വന്നു. ഹി ആസ്ക്ഡ് ഹെർ ടു ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു ദ ബാക്ക്. എഴുന്നേറ്റ് പുറകിൽ പോയിരിക്കാൻ പറഞ്ഞു. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ റോസ പാർക്സ് ആൻഡ് ദ ഡ്രൈവർ. അപ്പോൾ അവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു കോൺവെർസേഷൻ നമ്മൾ എഴുതണം. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. ബസ് ഡ്രൈവർ, യു ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് ടു ദ ബാക്ക് ഓഫ് ദ ബസ്. യു ആർ ടേക്കിംഗ് അപ്പ് എ സീറ്റ് ഫോർ വൈറ്റ് പേഴ്സൺ. അപ്പോൾ യു ഗെറ്റ് അപ്പ്, നീ എഴുന്നേക്ക്, ആൻഡ് മൂവ് ടു ദ ബാക്ക് ഓഫ് ദ ബസ്, ബസ്സിൻ്റെ ബാക്ക് പോയി നിൽക്കുക. യു ആർ ടേക്കിംഗ് അപ്പ് എ സീറ്റ് ഫോർ എ വൈറ്റ് പേഴ്സൺ. ഒരു വെള്ളക്കാരൻ്റെ സീറ്റാണ് നീ എടുത്തിരിക്കുന്നത്. അപ്പോൾ റോസ പാർക്സ് പറഞ്ഞു, ഐ ആം ടയർഡ്, ഞാൻ ക്ഷീണിതയാണ്. ഐ ഹാവ് വർക്ക്ഡ് ഓൾ ഡേ, ഞാൻ ദിവസം മുഴുവൻ ജോലി എടുത്ത് വരികയാണ്. ആൻഡ് ഐ ഡോണ്ട് സീ വൈ ഐ ഹാവ് ടു ഗെറ്റ് അപ്പ്, ഞാൻ എന്ത് എഴുന്നേൽക്കണം? ദിസ് ഈസ് മൈ സീറ്റ്, ഇത് എൻ്റെ സീറ്റാണ്. അപ്പോൾ ബസ് ഡ്രൈവർ പറയുന്നത്, ഐ ഡോണ്ട് കെയർ ഇഫ് യു ആർ ടയർഡ്, നീ പിന്നെ എന്താണ് ക്ഷീണിതയാണോന്നൊന്നും എനിക്കറിയണ്ട. ഐ ഡോണ്ട് കെയർ ഇഫ് യു ആർ ടയേർഡ്, യു ഹാവ് ടു ഫോളോ ദ റൂൾസ്, നിങ്ങൾക്ക് റൂൾസ് ഫോളോ നീ ചെയ്യണം. നൗ ഗെറ്റ് അപ്പ് ആൻഡ് മൂവ്, നീ എഴുന്നേക്ക്, എന്നിട്ട് പുറകെ പോ. റോസ പറ, ഐ വോണ്ട് മൂവ്, ഞാൻ മൂവ് ചെയ്യില്ല. ദിസ് ഈസ് അൺഫെയർ, ഇത് ശരിയല്ല. ഐ ഹാവ് പെയ്ഡ് മൈ ഫെയർ ജസ്റ്റ് ലൈക്ക് എവ്രി വൺ എൽസ്, എല്ലാവരും പേ ചെയ്യുന്ന പോലെ ഞാൻ പൈസ എടുത്ത്, ടിക്കറ്റിന് പൈസ എടുത്തിട്ടാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. ബസ് ഡ്രൈവർ, ഇഫ് യു ഡോണ്ട് ഗെറ്റ് അപ്പ് ഐ വിൽ കോൾ ദ പോലീസ് ആൻഡ് ഹാവ് യു അറസ്റ്റഡ്. നീ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, നിന്നെ അറസ്റ്റ് ചെയ്യും. റോസ, യു മേ ഡു ദാറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും. ഇത്രയാണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. നമുക്കൊന്നുകൂടി വായിച്ച് നോക്കാം. ബസ് ഡ്രൈവർ, യു ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് ടു ദ ബാക്ക് ഓഫ് ദ ബസ്. യു ആർ ടേക്കിംഗ് അപ്പ് എ സീറ്റ് ഫോർ എ വൈറ്റ് പേഴ്സൺ. Rosa, I am tired. I have worked all day and I don't see why I have to get up. This is my seat. Bus driver, I don't care if you are tired. You have to follow the rules. Now get up and move. Rosa Park, I won't move. This is unfair. I have paid my fare just like everyone else. Bus driver, if you don't get up, I will call the police and have you arrested. But Rosa Park, you may do that. Next, നമ്മളത് 20 മാർക്കിൻ്റെ ആണ്. എന്താണ്, നമുക്ക് കുറച്ച് ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കോൺവെർസേഷന് ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണം. 4 ഭാഗങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ 4 മാർക്ക്. ഓക്കെ, ന്യൂസ് റിപ്പോർട്ടർ, ഹൂ പെയിൻറ്റഡ് ദിസ് പോർട്രേറ്റ്, ആരാണ് ഇത് പോർട്രേറ്റ് പെയിൻറ്റ് ചെയ്തത്? ബോയ്, ഐ ഡിഡ് ഇറ്റ്. ന്യൂസ് റിപ്പോർട്ടർ, വൗ, ഇറ്റ് ലുക്സ് റിയലി മാർവലസ്, നല്ല രസമുണ്ട്. അപ്പം ബോയ് എന്തോ പറഞ്ഞു, അല്ല ആ ന്യൂസ് റിപ്പോർട്ടർ എന്തോ ചോദിച്ചു. അപ്പോൾ അതിന് ബോയ് പറഞ്ഞ ആൻസർ, നോ ഐ ഹാവൻറ്റ് ഗോട്ട് എനി ട്രെയിനിങ് ഇൻ പെയിൻറ്റിങ്, എനിക്ക് പെയിൻറ്റിങ്ങിന് ട്രെയിനിങ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ചോദിച്ചെന്തായിരിക്കും, എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിരുന്ന. ഹാവ് ഗോട്ട് എനി ട്രെയിനിങ്, അപ്പോൾ എന്ത് ചെയ്താൽ ഹാവ് യു ഗോട്ട് എനി ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ ന്യൂസ് റിപ്പോർട്ടർ എന്തോ പറയുന്നു. ബോയ് അതിന് ആൻസർ പറയാം, മൈ സിസ്റ്റർ ഓൾവേസ് എൻകറേജ്ഡ് മീ ടു ഡ്രോ ദ പിക്ചർ, എൻ്റെ സിസ്റ്റർ എപ്പോഴും എന്നെ ചിത്രം വരയ്ക്കാൻ എൻകറേജ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും, ആരാണ് എൻകറേജ് ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് എഴുതാം, ഹൂ എൻകറേജ്ഡ് യു, ഹൂ എൻകറേജ്ഡ് യു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ആ കുട്ടി പറഞ്ഞത്, മൈ സിസ്റ്റർ ഓൾവേസ് എൻകറേജ്ഡ് മീ ടു ഡ്രോ ദ പിക്ചേഴ്സ്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടർ പറയും, നേച്ചർ ഈസ് യുവർ ഫേവറേറ്റ് തീം ഇൻ പെയിൻറ്റിങ്. അപ്പോൾ യെസ് ഐ ലവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ചോദ്യം എന്തായിരിക്കും, ഈസിൻറ്റ് ഇറ്റ്, ഡു യു ലവ് ഇറ്റ് എന്നായിരിക്കും. ഈസിൻറ്റ് ഇറ്റ് അല്ലെങ്കിൽ ഡു യു ലവ് ഇറ്റ്. ന്യൂസ് റിപ്പോർട്ടർ, യു ഹാവ് എൻ അമേസിങ് കളക്ഷൻ ഓഫ് പെയിൻറ്റിങ്, ഹൗ അബൌട്ട് കണ്ടക്ടിങ് എൻ എക്സിബിഷൻ, നിങ്ങൾക്ക് ഒരുപാട് പെയിൻറ്റിങ് ഉണ്ടല്ലോ, ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ബോയ് വയ്ക്കും, ഇഫ് ഐ ഗെറ്റ് എ ചാൻസ്, എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ
ഐ വിൽ കണ്ടക്ട് ആൻ എക്സിബിഷൻ, ഞാനൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. നെക്സ്റ്റ് നമുക്കൊരു എഡിറ്റാണുള്ളത്. ഇതൊക്കെ എല്ലാ ചോദ്യത്തിലും വരുന്നതാണ്. മിസ്റ്റർ ഫെറ്റ്സർ poured a cup of either ant or ഹാൻഡ് ഇറ്റ് ടു ലിറ്റിൽ ബോയ്. ഇവിടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡിൽഡ് എന്നാണ് വേണ്ടത്. അതായത് ഇവിടെ പാസ്റ്റ് ടെൻസ് ആണല്ലോ വന്നിരിക്കുന്നത്. ദ ലിറ്റിൽ ബോയ് ഡ്രാങ്ക്, കുടിച്ചു. ഇറ്റ് ഡൗൺ, ബി ഗ്രേറ്റ്ഫുൾ. ഇവിടെ എന്താ സ്പെല്ലിംഗ് തെറ്റാണ്. ഗ്രേറ്റ്ഫുള്ളി GRATEFULLY ആണ്. ഹണ്ടിങ് ഫോർ ഹൗസസ് വേറെല്ലുള്ളത് വാസ് ആണ്. വാസ് എ തേഴ്സ്റ്റി ടാസ്ക്. അപ്പോൾ ഇവിടെ ആൻസർ ഹാൻഡ് ഗ്രേറ്റ്ഫുള്ളി വാസ്. ഓക്കെ. നെക്സ്റ്റ് 22, റീഡ് ദ പാസേജ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസർ വെർബ്സ് ഇൻ ദ ബ്രാക്കറ്റ്. ഇനി വേറൊരു എഡിറ്റിംഗ് തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് എഡിറ്റിംഗ് അല്ല, നമുക്ക് ഫ്രേസൽ വെർബ്സ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട്, നമുക്കിതിന്ന് എടുത്തെഴുതേ വേണ്ടൂ. ബ്രോട്ട് അബൌട്ട്, വെൻറ്റ് ഓൺ, പുട്ട് അക്രോസ്, കെയിം ഫോർവേഡ്. അപ്പം നമ്മൾ ഈ ഫ്രേസൽ വെർബിൽ നമ്മുടെ പാഠഭാഗത്ത് കുറച്ച് ഫ്രേസൽ വെർബൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാലേ നിങ്ങൾക്ക് ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. റോസ പാർക്സ് വാസ് അറസ്റ്റഡ് ആൻഡ് ബ്ലാക്ക് പീപ്പിൾ ഓഫ് മോണ്ടിഗോമറി ഡാഷ്. അപ്പോൾ ഇവിടെ ബ്രോട്ട് അബൌട്ട് ആണോ, വെൻറ്റ് ഓൺ ആണോ, പുട്ട് അക്രോസ് ആണോ, കെയിം ഫോർവേഡ് ആണോ? അപ്പം കെയിം ഫോർവേഡ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. കെയിം ഫോർവേഡ് ടു ഫൈറ്റ് ഫോർ റോസ. അപ്പോൾ ഫസ്റ്റ് വണ്ണ് കെയിം ഫോർവേഡ്, മുന്നോട്ട് വന്നു എന്നുള്ള അർത്ഥത്തിൽ. ദേ സ്റ്റാർട്ടഡ് ബോയ്കോട്ടിങ് ദ ബസ്സസ് വിച്ച് ബ്രോട്ട് അബൌട്ട് എ ഹ്യൂജ് ലോസ് ടു ദ ബസ് കമ്പനി. ബസ് കമ്പനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ അടുത്ത് എഴുതേണ്ടത് ബ്രോട്ട് അബൌട്ട് ആണ്. ബ്രോട്ട് അബൌട്ട്. ഓക്കെ. നെക്സ്റ്റ് ദ പ്രൊട്ടസ്റ്റ് വെൻറ്റ് ഓൺ ആണ്. വെൻറ്റ് ഓൺ ഫോർ മോർ ദാൻ 1 year. ഒരു വർഷത്തിൽ കൂടുതൽ ആ പ്രൊട്ടസ്റ്റ് നിലനിന്നിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയം നിങ്ങൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനും മറക്കരുത്. നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുമ്പേ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക്